ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന 5 ഹൈജീനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഫുഡ് ഹൈജീനാണ്. നമ്മൾ ഏത് ആഹാര സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നാലും അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും കുട്ടികളെ ഓടിപ്പോയി അതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങളെടുക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൈ വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ അത് മെൻസ്ട്രുവൽ ഹൈജീനാണ്. മെൻസ്ട്രുവേഷൻ ടൈമിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്താലേ പറ്റുള്ളൂ. മെൻസ്ട്രുവേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ടൈമാണ്, അല്ലെങ്കിൽ അവർക്ക് പല രോഗങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡ് കോട്ടൺ സർഫസുള്ള പാഡാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സ് കോട്ടൻ്റെത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ മെൻസ്ട്രുവൽ ടൈമിൽ ക്ലോത്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വജൈനൽ വാഷ് എപ്പോഴും കെമിക്കൽ ഫ്രീ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തി വേണം ഉപയോഗിക്കാനായിട്ട്. അടുത്തത് സെക്ഷൽ ഹൈജീനാണ്. ഓരോ തവണയും നിങ്ങൾ സെക്ഷൽ ഇതിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളങ്ങനെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതുവഴി നിങ്ങളുടെ കിഡ്നിക്ക് വരെയും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ്, അതുപോലെ യൂട്രസിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് മെൻ്റൽ ഹൈജീനാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന് നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് വരുന്നത് ലേഡീസിനാണ്. നമ്മളൊരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും അതിനെ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ വെറുതെ വിഷമിക്കുന്നത്, കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ പൊതുവെ എല്ലാ ലേഡീസിലും കണ്ടുവരുന്നുണ്ട്. നിങ്ങളതിനെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്ത വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജേർണൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലൊരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുത്തതേയില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. സ്ത്രീകൾക്ക് നല്ല ചിന്താഗതികളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരാനും, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയും ഒക്കെയുള്ള ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.